നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് ചാനലിന്റെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ LPG റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നമ്മൾ രണ്ട് ആർട്ടിക്കിൾസ് ക്ലബ് ചെയ്തിട്ടാണ് ഒരു ഫസ്റ്റ് പോയിന്റിൽ LPG റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ദെൻ അടുത്ത ആർട്ടിക്കിൾ, മൂന്നാമത്തെ ആർട്ടിക്കിളായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അൺഅവോയ്ഡബിൾ ട്രാജഡി എന്നുള്ള ഒരു സ്റ്റാമ്പേഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഒരു സൈഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിൾ നമുക്കിന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% ആർട്ടിക്കിൾസ് നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന LPG റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ബിക്കോസ് അതിന്റെ റീസൺ നിങ്ങൾക്കറിയാം. കാരണം ഇന്ത്യയിൽ നമ്മൾ LPG റിഫോംസ് പറയുമ്പോഴേക്കും ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. ബിക്കോസ് ഇന്ത്യൻ എക്കണോമിയുടെ എറയെ നമുക്ക് രണ്ട് പീരീഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ബിഫോർ 1991 അതുപോലെ ആഫ്റ്റർ 1991 ആയിട്ട് നമുക്ക് ഇന്ത്യൻ എക്കണോമി ക്ലാസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ 1991 ഉണ്ടായ ഈ LPG റിഫോംസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുവാണെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു, അന്നത്തെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഈ പറഞ്ഞ പോലെ ഇന്നൊരു അദ്ദേഹത്തിനോടൊരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ ഇന്നത്തെ നമ്മുടെ ന്യൂസ് പേപ്പർ, അതിപ്പം നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രമല്ല, ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ആയാലും ഏത് ന്യൂസ് പേപ്പർ എടുത്താലും അതിലെ മജോറിറ്റി ആർട്ടിക്കിൾസും ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ വിലയിരുത്തപ്പെടുന്ന LPG റിഫോംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് രണ്ട് ആർട്ടിക്കിൾസിനെ ക്ലബ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ പഠിക്കുന്നത്. ഇവിടങ്ങളിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന LPG റിഫോംസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ആർട്ടിക്കിളിലൂടെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ അൺഅവോയ്ഡബിൾ ട്രാജഡി എന്നുള്ളതാണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു പക്ഷേ വാർത്തയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ പറഞ്ഞ പുതിയ സിനിമയായിരുന്ന ഒരു പുഷ്പ 2 റിലീസിന് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ അവിടെ ഉന്തും തള്ളിലും ഇടപെട്ട് ഈ പറഞ്ഞ പോലെ ഒരു 35 വയസ്സായ ഒരു സ്ത്രീ പറഞ്ഞ പോലെ മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്രൗഡ് മിസ്മാനേജ്മെന്റിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിനെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ ഗവേണൻസിന്റെയും എക്കണോമിക്സിന്റെയും പോയിന്റ് ഓഫ് വ്യൂ പഠിക്കും. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഗവേണൻസിന്റെയും അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ദെൻ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഈ ആർട്ടിക്കിൾസ് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു പ്രിലിംസിന്റെ മോഡൽ MCയും കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം ഫ്ലൈ കൊണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ, രണ്ട് ആർട്ടിക്കിൾസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. രണ്ടും ഡീൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ കൈൻഡ് ഓഫ് തിങ് ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അഥവാ LPG റിഫോംസിനെ കുറിച്ചിട്ടാണ് രണ്ടും ഡീൽ ചെയ്യുന്നത്. രണ്ടിന്റെ ഹെഡ്ലൈൻ വായിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ നേഷൻ മോൺസ് ഫോർമർ PM മൻമോഹൻ സിംഗ് ദ എക്കണോമിസ്റ്റ് റൂളർ ക്രെഡിറ്റഡ് വിത്ത് ലിബറലൈസേഷൻ എന്നും, രണ്ടാമത്തെ ആർട്ടിക്കിൾ ദി ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ മൻമോഹൻ സിംഗ് ഓപ്പൺ അപ്പ് ഇന്ത്യസ് എക്കണോമി ഇൻ 1991 എന്നാണ് രണ്ട് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ വായിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ രണ്ട് ആർട്ടിക്കിളും ഡീൽ ചെയ്യുന്നത് നമ്മൾ ഒരേ ഒരു കാര്യത്തിലെ കുറിച്ചിട്ടാണ്, LPG റിഫോംസ് അഥവാ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG റിഫോംസ് എന്ന് നമ്മൾ ഷോർട്ടിൽ പറയുന്ന റിഫോംസ്. ഈ റിഫോംസിനെ കുറിച്ച് വളരെയധികം വിശദമായിട്ട് നമുക്ക് പഠിക്കണം. ബിക്കോസ് ഇതൊരു നമ്മുടെ എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്, മെയിൻ റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ എനിവേ LPG റിഫോംസിലേക്ക് വാട്ട് വെയർ LPG റിഫോംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ അറിയാം. നമ്മൾ പലതവണ പറഞ്ഞു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു 1991 നമ്മൾ അവതരിപ്പിച്ച ന്യൂ എക്കണോമിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന മൂന്ന് ടേമുകളാണ് ഈ LPG റിഫോംസ് ആയിട്ട് അറിയപ്പെടുന്നത്. അന്നത്തെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. അന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ നമ്മൾ ഇന്നുവരെ നിലവിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് മിനിസ്റ്ററും കൂടിയായിരുന്നു വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ബൈ സർക്കംസ്റ്റാൻസസ് ഒരു പൊളിറ്റീഷ്യനായിട്ട് വരേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നിപ്പോൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹം ഒരുപാട് തവണ പാർലമെന്റേറിയൻ ആയിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ലോക്സഭയിൽ നിന്നുമല്ല തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, രാജ്യസഭയിൽ നിന്ന് നോമിനേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം തീർച്ചയായിട്ടും മന്ത്രിയൊക്കെ ചെയ്തും അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞ പോലെ ഓരോരോ പൊസിഷനിലൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ സർക്കംസ്റ്റാൻസസ് പൊളിറ്റിക്സിലേക്ക് വന്നെത്തിപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. ബട്ട് തിയറട്ടിക്കലി നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ അദ്ദേഹം ഒരു റെനൗണ്ട് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് കൂടിയായിരുന്നു. വളരെയധികം ഈ പറഞ്ഞ എക്കണോമിയെ കുറിച്ചിട്ട് വളരെയധികം ഗ്രാഹ്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ പറഞ്ഞ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഡ്യൂറിംഗ് ദിസ് ടൈം ഓഫ് LPG റിഫോംസ്. അതിനു മുമ്പ് 1982 ടു 1985 3 വർഷ കാലയളവിൽ ഇന്ത്യയുടെ RBI ഗവർണർ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പം മൂന്ന് പ്രധാനപ്പെട്ട റോളുകളിൽ അദ്ദേഹത്തിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് RBIയുടെ ഗവർണറായിട്ടും, അതേപോലെ തന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടും, അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടും ഈ മൂന്ന് റോളുകളും അദ്ദേഹം കൃത്യമായിട്ട് വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടവേളകളിൽ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടൊക്കെയായിരുന്നു നിലവിൽ അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പല തവണകളിലായിട്ടും ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ ഈ പറഞ്ഞ പോലെ അംഗമായിട്ടും അതിന്റെ വൈസ് ചെയർമാൻ ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു റോളിൽ ഇരിക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഈ പറഞ്ഞ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാടധികം നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളതാണ്. ഈവൻ ദോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഈവൻ അദ്ദേഹം പറയുന്ന പല സ്പീച്ചുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അവതരിപ്പിക്കുന്ന
ഒരു സ്പീച്ച് അല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ എക്കണോമിയെ കാര്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് എക്കണോമിക്ക് വേണ്ടുന്ന സജഷൻസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ സ്പീച്ചസിലൊക്കെ ആണെങ്കിലും അദ്ദേഹം ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു റെനോൺഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 1991 എക്കണോമിക് റിഫോംസ് ഇന്ത്യക്ക് അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് മാറിയത്. ബിക്കോസ് അവിടെ നമ്മൾ പഠിക്കും എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുക എന്നുള്ളത്. നോർമലി ഒരു പൊളിറ്റീഷ്യൻ കം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങളല്ല അദ്ദേഹം എടുത്തത്. ബിക്കോസ് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഡിസിഷൻസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അത് ഒരുപാടധികം ഈ പറഞ്ഞ പോലെ ഒപ്പോസിഷൻസിന്റെ ഒക്കെ ആണെങ്കിലും പറഞ്ഞ പോലെ പരാതികൾ കേൾക്കാനായിട്ട്, എസ്പെഷ്യലി പറഞ്ഞ പോലെ ജനങ്ങളുടെ ആണെങ്കിലും വികാരങ്ങൾ മീൻസ് ഓപ്പോസിറ്റ് വരാനുള്ള ചാൻസസ് ഒരുപാടുള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഓൺ ദ പെർസ്പെക്ടീവ് ഓഫ് എക്കണോമിയുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അത്രത്തോളം നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു പരിധി വരെ ഇന്ത്യക്ക് ഇന്നാണെങ്കിലും ഒരു സ്റ്റേബിൾ എക്കണോമി ആയിട്ട്, ഒരു ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമി ആയിട്ടൊക്കെ നമുക്ക് മാറാനായിട്ടൊക്കെയാണെങ്കിലും സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിവേ അതൊരു പൊളിറ്റീഷ്യൻ കം ഒരു മിനിസ്റ്റർ ആണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചെന്ന് വന്നേക്കത്തില്ലായിരുന്നായിരിക്കും. ബട്ട് അദ്ദേഹത്തിന് അത് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു എക്കണോമിക്സിലെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാഗൽഭ്യത്തെ തെളിയിക്കുന്ന ഒരു പോയിന്റ് ആയിട്ടും വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. സോ എനിവേ ലിബറലൈസേഷൻ, അതിനകത്ത് ഓരോ വാക്കുകൾ നമ്മൾ ഡീകോഡിഫൈ ചെയ്യുവാണെങ്കിൽ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എയിംസ് ടു റെഡ്യൂസ് ഗവൺമെന്റ് കൺട്രോൾ, അല്ലെ? നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഉദാരവൽക്കരണം എന്ന് ബേസിക്കലി പറയും, അല്ലെ? ലിബറലൈസേഷൻ അതായത് ഗവൺമെന്റിന്റേതായിട്ടുള്ള കൺട്രോളും റെഗുലേഷൻസും ഒക്കെ തന്നെ ഒരു പരിധി വരെ കുറയ്ക്കുക. അതുവരെ നമ്മൾ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് ലൈസൻസ് രാജ് സിസ്റ്റം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എന്ത് കാര്യങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ ഇവിടെ ഗവൺമെന്റിന് ലൈസൻസ് വേണം, അനുവാദം വേണം, ഗവൺമെന്റ് പെർമിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇൻഡസ്ട്രികളൊക്കെ ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളായിരുന്നു. അപ്പം അത്രത്തോളം കൺട്രോൾഡ് ആയിരുന്നു, സെൻട്രലൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരിധി വരെ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഇവിടെ നീങ്ങിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ എക്കണോമി എന്ന് പറയുമ്പോൾ ഒരു മിക്സഡ് എക്കണോമിയാണ്. ക്യാപിറ്റലിസ്റ്റിന്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും. ബട്ട് ആ ഒരു ടൈം പീരിയഡ് മീൻസ് ബിഫോർ 1991 ടു ആൻ എക്സ്റ്റെന്റ് കുറേം കൂടെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിരുന്നു. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ താരതമ്യേന കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ന് ഈ കാണുന്ന പോലുള്ള പ്രൈവറ്റൈസേഷൻ ഒക്കെ തന്നെ നമ്മൾ തുടക്കം കുറിച്ചത് 1991 എക്കണോമിക് റിഫോംസിന് ശേഷമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ലിബറലൈസേഷൻ മീൻസ് ടു റെഡ്യൂസ് ഗവൺമെന്റ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻസ് വൈൽ പ്രൈവറ്റൈസേഷൻ ഇൻവോൾവ് ട്രാൻസ്ഫറിംഗ് ഓണർഷിപ്പ് ഓഫ് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് ടു പ്രൈവറ്റ് സെക്ടർ. അതായത് നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുമല്ലോ, സർക്കാർ ഉടമസ്ഥയിലുള്ള പല സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ പല സെക്ടേഴ്സിനെയും നമ്മൾ സ്വകാര്യ വ്യക്തികൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഇന്നിപ്പം ഇന്ത്യയിലെ ഏവിയേഷൻ സെക്ടർ എന്ന് പറയുമ്പോഴേക്കും പണ്ട് കാലങ്ങളിൽ അത് ഗവൺമെന്റ് കൺട്രോൾഡ് ആയിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ പല പല പ്രൈവറ്റ് വിമാന കമ്പനികളും ആ മേഖലകളിലേക്ക് കടന്നു വന്നു. ഇന്നിപ്പോൾ കംപ്ലീറ്റ്ലി പറയുവാണെങ്കിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് മീൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് DGCA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. എങ്കിൽ പോലും എയർലൈൻ ഓപ്പറേറ്റേഴ്സിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് എയർലൈൻ ഓപ്പറേറ്റേഴ്സ് ആണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ദെൻ ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ നോക്കുവാണെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതാണ് എത്രത്തോളം നമ്മുടെ എക്കണോമി പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് ഓപ്പൺഡ് ആണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. സോ 1991 മുമ്പ് നമ്മളൊരു ടു ആൻ എക്സ്റ്റെന്റ് പറയുവാണെങ്കിൽ ക്ലോസ്ഡ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് എന്ന് പറയാൻ സാധിക്കത്തില്ല, എന്നാൽ പോലും ഒരു മജോറിറ്റിയർലി നമ്മളൊരു ക്ലോസ്ഡ് എക്കണോമി ആയിരുന്നു. വിച്ച് മീൻസ് നമ്മുടെ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് അതിപ്പം ലാൻഡ് ആയി മീൻസ് റോ മെറ്റീരിയൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റോ മെറ്റീരിയൽസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ ആണല്ലോ മൈൻഡിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്തെ മേജർലി ഉള്ള ഈ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെയായിരുന്നു കണ്ടെത്തിക്കൊണ്ടിരുന്നത്. വിദേശങ്ങളെ ആശ്രയിക്കുന്ന വളരെ അപൂർവങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പം കേരളത്തിൽ തന്നെയാണെങ്കിലും ഉള്ള പല കമ്പനികളിലും വന്ന് വർക്ക് ചെയ്യുന്നത് വിദേശികളൊക്കെ വന്ന് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ടെക്നോ പാർക്കിൽ, ഇൻഫോ പാർക്കിലൊക്കെ നോക്കുവാണെങ്കിൽ പല വിദേശികളും വന്ന് വർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മളിലാണെങ്കിലും ഭൂരിഭാഗം ആൾക്കാർ ഇപ്പം പഠിക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും പല രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യും അല്ലെങ്കിൽ ജോലിയൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമുക്കിന്നിപ്പോൾ വിദേശ രാജ്യങ്ങളുമായിട്ട് കണക്ഷൻ വന്നത് ഈ ഗ്ലോബലൈസേഷനിലൂടെയാണ്. സോ ടുഗദർ ദീസ് ത്രീ പില്ലേഴ്സ്, അതായത് LPG റിഫോംസിൽ ഈ 3 പില്ലേഴ്സ് ഫോം ചെയ്തിട്ടാണ്. സോ ഇറ്റ് വാസ് എ ബേസിസ് ഫോർ LPG റിഫോംസ് മാർക്കിംഗ് എ സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ് ഇൻ ഇന്ത്യസ് എക്കണോമിക് പോളിസീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് ഇന്ത്യ കൊണ്ടുവരാൻ ഇടയായ കാരണമാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ബിക്കോസ് ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു LPG റിഫോംസ്. അതായത് 1990 ആ ഒരു കാലഘട്ടമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു സമയങ്ങളിൽ ഇന്ത്യയിൽ വലിയൊരു ഇൻഫ്ലേഷൻ നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പോലത്തെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് അല്ല. ആ ഒരു ടൈം പീരിയഡിൽ 6.7 എന്നുള്ള ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് 16.7ലേക്ക് 16.7%, അതായത് ഇൻഫ്ലേഷന്റെ കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ അതൊരു റണ്ണിങ് ഇൻഫ്ലേഷൻ ആണ്. നമ്മൾ പലപ്പോഴും പല രീതിയിൽ പറഞ്ഞ പോലെ ഇൻഫ്ലേഷനെ ഡിനോട്ട് ചെയ്യാറുണ്ടല്ലോ. ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ 3 to 10 എന്ന് പറയുവാണെങ്കിൽ അത് വോക്കിംഗ് ഇൻഫ്ലേഷൻ ആണ്. അത് നോർമലി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇൻഫ്ലേഷൻ 3 to 10%. 10%ന് മുകളിൽ 50% വരെ പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയേണ്ടതായിട്ട് വരും. വിച്ച് മീൻസ് അതൊരു ഇച്ചിരി കെയർ കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് ഒരുപാടധികം പ്രശ്നങ്ങൾ എക്കണോമിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എബോ 50ക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒക്കെ തന്നെ വിലയിരുത്തപ്പെടാറുള്ളത്. അത് യൂഷ്വലി പറഞ്ഞ പോലെ ഇപ്പം റീസെന്റ് ശ്രീലങ്കയിലൊക്കെ കണ്ടുവന്ന എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. റീസെന്റ് എന്നല്ല, കുറച്ച് നാളുകളായി നമ്മൾ പുതിയതായിട്ട് ഫ്രഷ് കറൻസീസ് ഒക്കെ തന്നെ പ്രിന്റ് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ മോണിറ്ററി പോളിസികളൊക്കെ തന്നെ വളരെ ഇൻഎഫക്റ്റീവ് ആയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കൊക്കെ തന്നെ വരുന്ന പ്രശ്നങ്ങളാണ് ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ പോലുള്ളത്. അപ്പോൾ ഇവിടെ എക്കണോമിയിലെ ചില പ്രശ്നങ്ങൾ കാരണം ഇൻഫ്ലേഷൻ 16%ലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് റണ്ണിങ് ഇൻഫ്ലേഷൻ ആയിരുന്നു ആ ടൈമിൽ എക്കണോമിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം നാളെ നമുക്ക് 116 രൂപ 70 പൈസ ചെലവാക്കേണ്ടി വരുന്ന വലിയൊരു സാഹചര്യം. അപ്പം
ഇങ്ങനെ ഒരു പ്രൈസ് ഇൻക്രീസ് വരാൻ ഇടയാക്കിയ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈമിൽ 90-91 കാലഘട്ടത്തിൽ ഇറാഖ് വാർ ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ നമ്മളൊക്കെയാണല്ലോ പ്രധാനമായിട്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഈ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടങ്ങളിൽ ഈ പറഞ്ഞ യുദ്ധം വന്നു കഴിഞ്ഞപ്പോഴേക്കും എണ്ണയുടെ ഈ പറഞ്ഞ പോലെ ഓയിലിന്റെ എസ്പെഷ്യലി ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പ്രൈസ് ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ ലെവലിലായതുകൊണ്ട് ഡോളേഴ്സിലാണ് ഇതെല്ലാം ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം കൂടുതൽ ഡോളറുകൾ നമുക്ക് എണ്ണ ഇറക്കുമതിക്കായിട്ട് ചിലവാക്കേണ്ടി വന്നു. ഈ കൂടുതൽ ഡോളർ ഉപയോഗിച്ച് എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോഴേക്കും ഒബ്വിയസ്ലി ഓയിലിന്റെ പ്രൈസ് കൂടി. ഈ ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ നാട്ടിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ വർദ്ധിച്ച് ഓട്ടോമാറ്റിക്കലി പ്രൈസിന്റെ റൈസിലേക്ക് പോയി. പിന്നെ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഒരുപാട് ഡോളർ കൊടുത്ത് എണ്ണ മേടിക്കണല്ലോ. അപ്പോൾ ഈ ഒരുപാട് ഡോളർ കൊടുത്ത് എണ്ണ മേടിക്കുമ്പോൾ അത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ തന്നെ ക്രൈസിസ് രേഖപ്പെടുത്തി. ബിക്കോസ് നമ്മൾ ഇവിടുന്ന് ഡോളർ ഒരുപാട് പുറത്തേക്ക് ഔട്ട്ഫ്ലോ ചെയ്തു. ഡോളർ ഒരുപാട് പുറത്തേക്ക് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോഴേക്കും ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ ആണെങ്കിൽ അത് ഡിപ്ലീറ്റ് ചെയ്തു. അപ്പം ആ ഒരു ടൈം പീരിയഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യക്ക് ഏകദേശം 15 ദിവസത്തെ ഇമ്പോർട്ട് കവറിനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാത്രമായിരുന്നു ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നത്. അതായത് അന്നത്തെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് 15 ദിവസം മാത്രം വിദേശത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള ഒരു അളവ് മാത്രമായിട്ട് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഒക്കെ തന്നെ ഇന്ത്യ നേരിട്ട ഒരു സിറ്റുവേഷൻസിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളെല്ലാം വളരെ വീക്കായിട്ട് പെർഫോം ചെയ്യുന്നു. മിക്കതും നഷ്ടത്തിൽ ഓടുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ വന്നപ്പോഴേക്കും സർക്കാരിന്റെ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് ഒക്കെ ഏകദേശം 36% വർധനയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉയർന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഗവൺമെന്റ് നേരിടേണ്ടി വരുന്നു. ഈ പ്രശ്നങ്ങളെ മറികടക്കാനായിട്ടാണ് നമ്മൾ എൽ പി ജി റിഫോംസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൽ പി ജി റിഫോംസിനകത്ത് ജനറലി നമ്മൾ അവതരിപ്പിച്ച കുറച്ച് റിഫോംസ് ആണ് ഇതിനോട് കാണിച്ചിരിക്കുന്നത്. റിമൂവിംഗ് ദ മാൻഡേറ്ററി കൺവേർട്ടബിലിറ്റി ക്ലോസ്. ഓക്കെ, കൺവേർട്ടബിലിറ്റിയുടെ ഇഷ്യൂസ്, അതായത് ഒരു പരിധി വരെ പറയുവാണെങ്കിൽ ട്രേഡിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇപ്പോൾ ഫുള്ളി കൺവേർട്ടബിൾ ആണല്ലോ. ഇപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇന്ത്യ ഫുള്ളി കൺവേർട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല, പാർഷ്യലി കൺവേർട്ടബിൾ ആണ്. ബട്ട് കറണ്ട് അക്കൗണ്ടിൽ ഇന്ത്യ ഫുള്ളി കൺവേർട്ടബിൾ ആണ്. ട്രേഡ് സംബന്ധമായുള്ള കാര്യങ്ങൾ, ട്രേഡ് ഇൻ ഗുഡ്സ് ആകാം അല്ലെങ്കിൽ സർവീസസ് ആകാം, ഇതിനൊക്കെ തന്നെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുള്ളി കൺവേർട്ടബിൾ ആണ്. ഇന്ത്യ നിലവിൽ പാർഷ്യലി കൺവേർട്ടബിൾ ആയിട്ടുള്ള ബാലൻസ് പേയ്മെന്റ് നമ്മൾ പഠിക്കുന്നതാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇന്ത്യ പാർഷ്യലി കൺവേർട്ടബിൾ ആണ്. അപ്പൊ അങ്ങനെ ഈ തരത്തിലുള്ള മാൻഡേറ്ററി കൺവേർട്ടബിലിറ്റി ക്ലോസുകൾ നമ്മൾ കൊണ്ടുവന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ റെഡ്യൂസിങ് ഇമ്പോർട്ട് താരിഫും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തു. കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് എക്കണോമി ലിബറലൈസ് ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങളാണ്. മാർക്കറ്റിനെ നമ്മൾ ഡീറെഗുലേറ്റ് ചെയ്തു. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഫുള്ളി ഗവൺമെന്റ് കൺട്രോൾഡ് ആയിരുന്നു, നമ്മൾ പതുക്കെ പതുക്കെ റിലീസ് ചെയ്തു. ലൈസൻസ് രാജ് സിസ്റ്റം ഒക്കെ നമ്മൾ പതുക്കെ റിലീസ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ഇവിടെ ടാക്സുകളൊക്കെ തന്നെ കുറച്ചു. അങ്ങനെ നമ്മൾ ഇത് ഓൾറെഡി ഓൾ ഓവർ നോക്കുമ്പോഴേക്കും ഇവിടെ കൂടുതൽ ബിസിനസ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചത്. അങ്ങനെ ബിസിനസ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് FDIകളൊക്കെ തന്നെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ തന്നെ ഈ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അല്ലെങ്കിൽ പെർമിറ്റഡ് ലൈസൻസ് സിസ്റ്റം ഒക്കെ തന്നെ നമ്മൾ ലെറ്റ് ഇൻ ഗോ ചെയ്തു, അത് അവോയ്ഡ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പബ്ലിക് സെക്ടറിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് റോൾ പതുക്കെ പതുക്കെ ഡിക്രീസ് ചെയ്തു. ആ മേഖലകൾ കൂടുതൽ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ദാറ്റ് വാസ് ബിഗിനിങ് ഓഫ് പ്രൈവറ്റൈസേഷൻ. ദെൻ റെസ്ട്രിക്ഷൻ ഫ്രീ എൻട്രി ടു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജി. അതുവരെ നമ്മൾ വിദേശത്ത് ഇങ്ങോട്ടേക്ക് FDI ഒക്കെ തന്നെ അധികം അലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ മാറ്റി. അപ്പം കൂടുതൽ മേഖലകളിലേക്ക് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിച്ചു തുടങ്ങി. ദെൻ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ പോളിസികളൊക്കെ ലിബറലൈസ് ചെയ്തു. പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ നമുക്ക് ഗവൺമെന്റിന് മോണോപ്പൊളി ഉണ്ടായിരുന്നു. ഗവൺമെന്റ് തീരുമാനിക്കണം നമ്മൾ ഒരു പുതിയൊരു കമ്പനി തുടങ്ങാനായിട്ട് ലൈസൻസ് കിട്ടിയാലും അത് എവിടെ തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് ആയിരുന്നു തീരുമാനിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമുക്കൊരു സ്ഥലം നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ തന്നെ മാറിയത്. ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ പോളിസി ഒക്കെ തന്നെ ലിബറലൈസ് ചെയ്തു. ദെൻ അബോളിഷൻ ഓഫ് ഫേസ്ഡ് മാനുഫാക്ചറിംഗ് പ്രോഗ്രാംസ് ഫോർ ന്യൂ പ്രോജക്റ്റ്, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ലിബറലൈസ് ചെയ്തു, എക്കണോമി പ്രൈവറ്റൈസ് ചെയ്തു. ദെൻ കൂടുതൽ രാജ്യങ്ങളായിട്ട് കണക്ട് ചെയ്തു. ഗ്ലോബലി പറഞ്ഞ പോലെ FDI ഒക്കെ തന്നെ കിട്ടിയല്ലോ. അപ്പം അങ്ങനെ വന്നപ്പം LPG റിഫോംസ്, LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലൂടെ കിട്ടിയ അഡ്വാൻറ്റേജ്, ഇങ്ങനെയുള്ള റിഫോംസ് നമ്മൾ നടപ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു സമയകാലങ്ങളിൽ ഇന്ത്യയുടെ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഈ പറഞ്ഞ പോലെ 1991 നമ്മൾ ആ റിഫോംസ് നടപ്പാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്, ഇന്ത്യയുടെ GDPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വെറും 1.1% മാത്രമായിരുന്നു. ഇവിടെ നിന്നും ഇപ്പം 2015-16 കാലഘട്ടം ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും, ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എക്കണോമിയുടെ വളർച്ച എന്ന് പറയുന്നത് 7.5%ലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം ഇന്ത്യ പ്രതീക്ഷിക്കുന്ന വളർച്ച എന്ന് പറയുന്നത് 7%, 8% ഒക്കെയാണ്. അപ്പോൾ ആ ഒരു 1%ൽ നിന്നും അത്രത്തോളം ഒരു 7 ടൈംസിന്റെ ഒരു വർധനവ് നമുക്ക് എക്കണോമിയിൽ ഓവർ ദി ഇയേഴ്സ് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതും LPG റിഫോംസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിലാണെങ്കിലും, ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഒരുപാടധികം വ്യത്യാസം കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പോൾ 1920 ഡേറ്റ പ്രകാരം നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് $19.33 ബില്യൺ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. then ഈ പറഞ്ഞ പോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് ജോബ് ക്രിയേഷനിലേക്ക് നയിച്ചു. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലാണെങ്കിലും അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ കുറയ്ക്കാനായിട്ടും ഇത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് കൂടുമ്പോൾ ഓരോ ആളുകളുടെയും വരുമാനം വർദ്ധിച്ചു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം ആണെങ്കിലും ഇൻക്രീസ് ചെയ്തു. ആൻഡ് ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരുപാടധികം എക്സ്പോർട്ടുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. നെറ്റ് ഇമ്പോർട്ടർ ആകുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു നെറ്റ് ഇമ്പോർട്ടർ ആകുന്ന ഒരു രാജ്യം, ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ചെയ്യാനായിട്ടും നമ്മുടെ ഈ ഒരു LPG റിഫോംസ് സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഈ ഒരു മേഖലയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയേണ്ടതാണ്. ഓക്കെ,
ദെൻ പക്ഷേ ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജസ് പോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ LPG റിഫോംസിനെ കുറച്ച് ചലഞ്ചസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിലൂടെ ഉണ്ടായ ചെറിയ ഇഷ്യൂസും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഇതിനകത്തൊരു ഇഷ്യൂ ആയിട്ട് നമ്മളിപ്പം പഠിക്കുന്നതൊക്കെയാണ് LPG റിഫോംസ് ഓൾ ഓവർ നമ്മൾക്ക് നല്ലൊരു പോയിന്റ് ആണ്. പക്ഷേ ഈ ഒരു സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ IT സെക്ടറാണ്, ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ ഈ പറഞ്ഞ പോലെ ടെർഷറി സെക്ടറാണ്. ഈ ടെർഷറി സെക്ടറിന്റെ വളർച്ച കൈവരിച്ചു, പക്ഷേ നമ്മൾ ആരെ പതുക്കെ വിട്ട് കളഞ്ഞു പോയി, സെക്കൻഡറി സെക്ടറിന്റെ ഗ്രോത്ത് താരതമ്യേന കുറവായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡ് നമ്മൾ അഗ്രികൾച്ചർ മേഖലയിൽ നിന്നൊരു ഷിഫ്റ്റാണ് കണ്ടത്. അതേസമയത്ത് ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ഇതൊരു പൊളിറ്റീഷ്യൻ കം ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തീരുമാനം എടുക്കുന്നത് വളരെ ചാൻസ് കുറവായിരുന്നു. ബിക്കോസ് ഈ ടൈമിൽ നമ്മൾ ആളുകൾ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ടെർഷറി സെക്ടറിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ആ ടൈമിൽ നമ്മൾ ആരെയും പറഞ്ഞ പോലെ പതുക്കെ ഇതാക്കാൻ തുടങ്ങി അഗ്രികൾച്ചർ സെക്ടർ. പക്ഷേ ഈ ടൈമിലായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഏകദേശം പറയുകയാണെങ്കിൽ 72% ആളുകളും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ 90-90 എന്ന് പറയുന്നത്. അവിടങ്ങളിൽ ആ ടൈമിൽ 72% ആളുകളും അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ GDP-യിലേക്കുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് വെറും 29% കോൺട്രിബ്യൂഷൻ അഗ്രികൾച്ചറിൽ നിന്ന് 29% മാത്രമായിരുന്നു. ഇന്നിപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 18% ആയിട്ട് കുറഞ്ഞു. പക്ഷേ അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം അതിനനുസരിച്ച് കുറച്ചിട്ടുണ്ട്. 48% ആ ഒരു റേഞ്ചിൽ മാത്രമേ ഇന്നിപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിങ്ങനെ 72% നിന്നു 29 നിന്നുകൊണ്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്തു, കോൺട്രിബ്യൂഷൻ വെറും 29% എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് നമുക്ക് ഓവറോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അൺപ്രൊഡക്റ്റീവ് ലേബർ അവിടെ നിന്ന് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഗ്രികൾച്ചറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൂടുതൽ ശ്രദ്ധ എവിടെയോട്ട് കൊടുത്തത്, നമ്മൾ താരതമ്യേന ടെർഷറിയിലേക്കും അതുപോലെ തന്നെ സെക്കൻഡറിയിലും കമ്പാരിറ്റീവ്ലി സെക്കൻഡറിയിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫോക്കസ് ഷിഫ്റ്റ് മാറുന്നത് ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ നോർമലി പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അതിനെല്ലാം വിലയിരുത്തിക്കൊണ്ടിട്ട് അദ്ദേഹം ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മുന്നോട്ട് പോയതിന്റെ തീരുമാനത്തിന്റെ ഗുണഫലങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇവിടെ താരതമ്യേന ഈ പറഞ്ഞ പോലെ സെക്കൻഡറി സെക്ടറിന്റെ വളർച്ചയും അത്രയും വന്നിട്ടില്ല. ടെർഷറിയുടെ അത്ര ഈ പറഞ്ഞ സെക്കൻഡറി സെക്ടറിന് നമുക്ക് വളർച്ച കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രൈമറിയുടെ ആണെങ്കിലും പറയുവാണെങ്കിൽ ഗ്രോത്ത് ഓരോ വർഷം ഉണ്ട്, ബട്ട് ഈ പറഞ്ഞ പോലെ ഗ്രോത്തിന്റെ ഇൻക്രീസ് ഈ പറഞ്ഞ പോലെ താരതമ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് ഉണ്ട്, ബട്ട് ബിഫോർ 1991 കമ്പയർ ചെയ്യുമ്പോഴേക്കുമുള്ള ഗ്രോത്തിന്റെ പേസ് ഈ പറഞ്ഞ പോലെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഒരുപാട് കമ്പനികൾ വന്നു. ഈ കമ്പനികളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിദേശത്തൊക്കെ തന്നെ കമ്പനി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വിദേശത്ത് നിന്ന് വന്ന കമ്പനികളുടെ ടെക് ആ വിദേശത്ത് വന്ന കമ്പനികളുടെ ഈ പറഞ്ഞ ടെക്നോളജിയുടെയും അവരുടെ ഈ പറഞ്ഞ മാനേജറിയൽ എഫിഷ്യൻസിയുടെ ഒക്കെ മുന്നിൽ ഇന്ത്യൻ കമ്പനീസിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതും ഇതിനകത്തൊരു പോയിന്റ് തന്നെയാണ്. ലോക്കൽ ബിസിനസ്സുകളും ലോക്കൽ കമ്പനീസ് ഒക്കെ തന്നെ ഒരുപാടധികം ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് ഈ പറഞ്ഞ പ്രൈസ്. അവർ ഈ പറഞ്ഞ കുറച്ചുകൂടെ ടെക്നോളജി വെച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാരണം കുറച്ചുകൂടെ പ്രൈസ് ഈ പറഞ്ഞ കുറച്ച് അവർക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ വിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നപ്പോഴേക്കും ഇന്ത്യൻ കമ്പനീസിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നുള്ളത് ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ ഒരുപാട് കമ്പനീസ് വന്നപ്പോൾ തീർച്ചയായിട്ടും പൊല്യൂഷൻ നമ്മുടെ എൻവയോൺമെന്റിനെ ഈ പറഞ്ഞ പോലെ ഇത് ഡിസ്ട്രക്ഷനിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതും ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഇൻകം ഗ്യാപ്പ് വൈഡൻ ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഇതിലൂടെയൊക്കെ അഡ്വാൻറ്റേജ് കിട്ടിയത് കൂടുതലും റിച്ചർ ആയിട്ടുള്ള പോപ്പുലേഷനാണ്, അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനാണ് കൂടുതൽ ഇതിനകത്തുള്ള ബെനിഫിറ്റ് കിട്ടി. എല്ലാ ആളുകളിലേക്ക് ഇതിന് ബെനിഫിറ്റ് കിട്ടിയില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയിലെ ഇൻകം ഗ്യാപ്പ് വർദ്ധിക്കാനായിട്ട് ഇത് ഇടയാക്കി, ഇൻകം ഇൻഇക്വാളിറ്റി വർദ്ധിക്കാൻ ഇടയാക്കി എന്നുള്ളതും ഇതിനകത്തൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയേണ്ട. അപ്പം ഇനി ഇതിന് ഒരുപാട് പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞു നമുക്കിപ്പം മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എഴുതേണ്ടതായിട്ട് വന്നേക്കാം ചിലപ്പം. അപ്പോൾ അവിടെ വരുമ്പോൾ ഇത്തരത്തിലൊരു ചെറിയ 3-4 നെഗറ്റീവ് പോയിന്റ്സും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നേക്കാം, ബിക്കോസ് അതിനനുസരിച്ച് നമുക്ക് ആൻസർ എഴുതാനായിട്ട്. അപ്പം മെയിൻലി പറഞ്ഞ പോലെ ഇന്ത്യൻ എക്കണോമിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ 1991 എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചെറിയ ഒരു ഡ്രോബാക്സും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. എന്താണ് LPG റിഫോംസ്, അത് നടപ്പാക്കാനിടയായ സാഹചര്യം, അത് നടപ്പാക്കിയതിന് ശേഷം ഉണ്ടായ നമ്മുടെ മാറ്റങ്ങൾ, എക്കണോമിയിൽ ഉണ്ടായ മാറ്റങ്ങൾ, പിന്നെ അതിന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള ഔട്ട്കംസ്, ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ആൻഡ് അവോയ്ഡബിൾ ട്രാജഡി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ വരാനിടയായ കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പുഷ്പ 2 സിനിമയുടെ ഒരു റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ബഹളം ഉണ്ടല്ലോ, ക്രൗഡ് മിസ്മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു 35 വയസ്സായ ഒരു സ്ത്രീ പറഞ്ഞ പോലെ മരണം അവിടെ ഉണ്ടായി. അപ്പോൾ ആ ഒരു പോയിന്റ് പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടാകും. സിനിമയും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഒരുപാട് മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഇതിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുവാണെങ്കിൽ, അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിനകത്ത് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ടാണ് മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫാണ് മെയിൻലി വേണ്ടത്, ഡേറ്റ ആയിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കഴിഞ്ഞ, അതായത് 1996 തൊട്ട് 2022 വരെയുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ 3935 3935 സ്റ്റാമ്പേഡ് ഇൻസിഡന്റുകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട് ഏകദേശം 3000-ഓളം മരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ചെറിയൊരു കോസ് ഓഫ് ഡെത്ത് അല്ല സ്റ്റാമ്പേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്റ്റാമ്പേഡ് എന്ന് പറയുമ്പോഴേക്കും വൺ ഓഫ് ദ മേജർ കോസ് ഓഫ് ഡിസാസ്റ്റർ റിലേറ്റഡ് ക്രൗഡ് മിസ്മാനേജ്മെന്റ് ആണ് ഇന്ത്യയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് ഈ ഒരു പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്, ബിക്കോസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടോപ്പിക്കിനകത്ത് ഇങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ അത്
അടുത്ത മെയിൻസിനകത്ത് ചോദിക്കാൻ വളരെ ചാൻസസ് കൂടുതലാണ്. അപ്പം എനിവേ നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്റ്റാമ്പേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാമ്പേഡ് ഇസ് എ ഡിസ്ട്രപ്ഷൻ ഓഫ് ഓർഡർലി മൂവ്മെന്റ് ഓഫ് ക്രൗഡ്സ് ലീഡിംഗ് ടു ഇഞ്ചുറീസ് ആൻഡ് ഫാറ്റലിറ്റീസ് ഓഫൺ ഇൻ റെസ്പോൺസ് ടു എ പെർസീവ്ഡ് ഡേഞ്ചർ, ലോസ് ഓഫ് ഫിസിക്കൽ സ്പേസ് ഓർ ടു അറ്റൈൻ സംതിങ് സീൻ ഓർ ഗ്രാറ്റിഫൈങ്. അതായത് ഇപ്പം നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ഇവന്റ് നടക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 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 എന്താ പറയുക, ഒരു മ്യൂസിക്കൽ നൈറ്റ് നടക്കുന്നു. ഇപ്പം ന്യൂ ഇയർ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മ്യൂസിക്കൽ നൈറ്റ് നടക്കുന്നു. നോർമലി ഉള്ളൊരു ചടങ്ങാണെങ്കിൽ അതിലേക്ക് ഈ പറഞ്ഞ പോലെ സ്മൂത്ത് ആയിട്ട് ഈ പറഞ്ഞ പോലെ കാണികൾ വരുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പരിപാടി അവിടെ സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നു. ആ പ്രോഗ്രാം അവിടെ സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ കാണികൾ സേഫ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തേക്ക് വരെ പോകുന്നു. ഇതാണ് ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ഇവന്റ് എന്ന് പറയുവാണെങ്കിൽ. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ലൈക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് പറയുവാണെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് വേണമെങ്കിലാകാം. നോർമലി വലിയ വലിയ ഇവന്റുകളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ ആ ഒരു ഇവന്റിന് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ടും അറിയിപ്പുകൾ കൊടുക്കും. അതായത് നിങ്ങൾ എവിടേക്കാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ നാട്ടിലേക്ക് പറഞ്ഞ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പെരുന്നാളുകളൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഭാഗങ്ങളിൽ വരുന്ന ആളുകളുടെ വാഹനങ്ങൾ പാർക്കിംഗ് ഇവിടെയാണ്, അല്ലെങ്കിൽ ആ സമയങ്ങളൊക്കെ നമ്മൾ റോഡ് വൺ വേ ഒക്കെ ആക്കാറുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും കൂടെ ചേർന്നിട്ട് ഒരേ സമയത്തേക്ക് ഒരേ സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങളൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാൻ വന്നു കഴിയുമ്പോഴേക്കും അവിടെ റോഡൊക്കെ തന്നെ ബ്ലോക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ റോഡ് ബ്ലോക്ക് ആകുന്ന സിറ്റുവേഷൻസ് വരും. അതും ഒരു ക്രൗഡിന്റെ മിസ്മാനേജ്മെന്റ് ആണ്. ഇനി നമ്മൾ പാർക്കിംഗ് ഒക്കെ സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്തു. അതുപോലെ തന്നെ വലിയ ഇവന്റ് ഒക്കെ വരുമ്പോഴേക്കും നമ്മളവിടെ മൾട്ടിപ്പിൾ എൻട്രി പോയിന്റ്സ് വെച്ചിട്ടുണ്ടാവും. കാരണം ഒരുപാട് 10,000 പേരുകളൊക്കെ വരുന്ന ഒരു ചടങ്ങാണെങ്കിൽ ഒരേ ഗേറ്റിലൂടെ എല്ലാ ആളുകളെയും അകത്തേക്ക് പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉന്തും തള്ളും വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ വരുമ്പോൾ ആ ഉന്തും തള്ളൊക്കെ വരുമ്പോഴേക്കും ഈ ഓർഡർലി മൂവ്മെന്റ് ആണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ഓർഡർലി മൂവ്മെന്റ് നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് പല എൻട്രി പോയിന്റ്സിലൂടെ ആളുകളെ അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യിപ്പിക്കും. എൻട്രി ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട്, നിങ്ങളിപ്പം ഈ അവാർഡ് നൈറ്റ് ഒക്കെ നടക്കുന്ന ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓരോ സെക്ഷൻസ് നമ്മൾ ബാരിക്കേഡ് വെച്ചിട്ട് മാറ്റാറുണ്ട്. മീൻസ് ഓരോരോ സെക്ഷനായിട്ട് ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ട് മാറ്റാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇവന്റ് എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, ഇത് ക്രൗഡ് ബിഹേവിയർ ആണ്. ഒരിടത്ത് ഒരാൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആളുകൾ പരിഭ്രാന്തരാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പരിഭ്രാന്തരാകുമ്പോഴേക്കും ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ആളുകളെല്ലാം പെട്ടെന്ന് പുറത്തേക്ക് ഓടാനുള്ള, മീൻസ് കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു എക്യുപ്മെന്റ് എന്തെങ്കിലും വെച്ചിട്ട് ഒരാളെ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഓടുമ്പോഴേക്കും നമുക്ക് ആ ക്രൗഡിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാരിയേഴ്സ് ഒക്കെ വെച്ചിട്ട് ഓരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമുക്കൊരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിനകത്ത് മിസ്മാച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഓർഡർലി മൂവ്മെന്റ് ഓഫ് ക്രൗഡ്സ് നമ്മൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്കും ആളുകൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ പാനിക് ആവും. മീൻസ് എന്തെങ്കിലും ഒരു ഡേഞ്ചർ വരുന്നു എന്ന രീതിയിലേക്ക് പാനിക് ആവും. ഈ പാനിക്കാണ് പലപ്പോഴും ആ ഒരു ക്രൗഡിന്റെ മൊത്തത്തിലുള്ള ബിഹേവിയറിനെ മാറ്റുകയും ചെയ്യും. ആ ഒരു ഫിസിക്കൽ സ്പേസും ഒക്കെ തന്നെ ഈ പറഞ്ഞത് നഷ്ടപ്പെട്ട് അവിടെ ഒരു സ്റ്റാമ്പേഡ് സിറ്റുവേഷൻ, ഒരു ക്രൗഡ് മിസ്മാനേജ്മെന്റ് വന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും വന്ന് ഈ പറഞ്ഞ പോലെ മറിഞ്ഞു വീഴുകയും ഈ പറഞ്ഞ പോലെ ഒരാളുകൾ ഒരാളുടെ മുകളിൽ ചവിട്ടി ഈ പറഞ്ഞ പോലെ പോകുന്ന പല സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും അവിടെ മരണങ്ങൾ വരാനുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. ഇപ്പം റീസെന്റ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ആലുവയിലെ കുസാറ്റ് കോളേജിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ക്രൗഡ് മിസ്മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. സോ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 79% സ്റ്റാമ്പേഡുകൾ, ഇപ്പം 54 മുതൽ 2012 വരെയുള്ള ഡേറ്റാസ് നോക്കുവാണെങ്കിൽ 79% സ്റ്റാമ്പേഡുകൾ ഉണ്ടായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള മാസ് ഗ്യാതറിംഗ്സിലാണ്. ഇപ്പം ഞാൻ ഇതിന്റെ ഡേറ്റാസ് കുറച്ച് കാണിച്ചു തരാം. ഇത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റാമ്പേഡ് ഇൻസിഡന്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായ ഒരു ഇൻസിഡന്റ് അലഹബാദിലായിരുന്നു. കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട 1954 800 പേരാണ് അവിടെ മരണം അടഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കാം. അതിനുശേഷം ഹിമാചൽ പ്രദേശിൽ 2008 ഉണ്ടായ നൈന ദേവി ടെമ്പിളിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റും അത് ഈ പറഞ്ഞ പോലെ ടെമ്പിൾ ക്രഷർ, ആളുകൾ തിങ്ങിക്കൂടി പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണ്. അതുപോലെ തന്നെ പല നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ മധ്യപ്രദേശിൽ ദത്തിയയിൽ ഈ പറഞ്ഞ രത്നാഗർ ടെമ്പിൾ ക്രഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ 2011 102 പേര് മരണം അടഞ്ഞ ശബരിമലയിലെ ഇഷ്യൂ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ നടവരിയിൽ ഈ പറഞ്ഞ പോലെ ആളുകൾ ഈ പറഞ്ഞ പോലെ ഉന്തും തള്ളും വന്നതാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഒരു 75%, അതായത് സത്തറിൽ, മഹാരാഷ്ട്ര സത്തറിൽ ഇപ്പോൾ 2005 മന്ദിർ ദേവി ടെമ്പിളിലെ ക്രഷ്, അതുപോലെ തന്നെ നാഗ്പൂരിൽ 115 പേര് ഗൗരി ട്രൈബൽ പ്രൊട്ടസ്റ്റിൽ അകപ്പെട്ടു പോയത്. അങ്ങനെ ഉപദേശിച്ച് നോക്കുവാണെങ്കിൽ ഒരു 79% ഉണ്ടായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട്, മീൻസ് റിലീജിയസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഒന്നെങ്കിൽ ആ ക്രൗഡിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാതെ പോയതാണ്. അവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ പരിപാടി സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടിരുന്ന ഓർഗനൈസേഴ്സിന് എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിപ്പോയതാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് പലപ്പോഴും ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പൊതുവെ പഠിക്കുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ആ കപ്പാസിറ്റി പ്ലാൻ കൃത്യമായിട്ട് നടത്തിയിരിക്കണം. അതായത് ഒരു
പരിപാടി നമ്മൾ നടപ്പാക്കുവാണ്. അവരുടെ ഒരു മ്യൂസിക്കൽ നൈറ്റ് അല്ലെങ്കിൽ ഒരു അവാർഡ് നൈറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നു. ഇവിടങ്ങളിൽ വരാൻ ചാൻസ് ഉള്ള ആളുകളുടെ ഏകദേശ നമ്പർ, എക്സാക്ട് അല്ലെങ്കിലും ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും. മുൻകാലങ്ങളിൽ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും പീരിയോഡിക്കലി നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഒക്കെയാണ് അല്ലെങ്കിൽ ഇവന്റ് ഒക്കെ ആണെങ്കിൽ മുൻകാലങ്ങളിൽ എത്രത്തോളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഏകദേശ ധാരണയിൽ നമുക്ക് ആ ഒരു ക്രൗഡിനെ കൃത്യമായിട്ട് കപ്പാസിറ്റി പ്ലാൻ ചെയ്യണം. അതായത് എത്രത്തോളം ആളുകൾ വരും, അവരെ കൈകാര്യം ചെയ്യേണ്ട എത്രത്തോളം വോളണ്ടിയേഴ്സിന് ആവശ്യമാണ്, അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് എത്ര സെക്യൂരിറ്റി പേഴ്സൺസിന് ആവശ്യമാണ്, ഇവരെ കരുതുന്ന വാഹനങ്ങൾ നമ്മൾ എവിടെയായിരിക്കണം പാർക്ക് ചെയ്യേണ്ടത്, അതിന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള സെക്യൂരിറ്റി പേഴ്സൺസ് എത്ര പേര് വേണം, ഇങ്ങനെയുള്ള കൃത്യമായുള്ള കപ്പാസിറ്റി പ്ലാനിങ് നമ്മൾ ആദ്യം തന്നെ കണ്ടക്ട് ചെയ്യണം. ഓക്കെ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ആ ക്രൗഡിന്റെ ബിഹേവിയർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ആ ക്രൗഡിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്ന ഇടങ്ങളാണെങ്കിൽ കൃത്യമായിട്ടും CCTV വെച്ച് മോണിറ്റർഡ് ആയിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർഡ് ആയിരിക്കും. അതിന് നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇതിനെ യൂസ് ചെയ്തിട്ട് ഈ ക്രൗഡിനെ ഈ പറഞ്ഞ നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും ഒരു ക്രൗഡിന്റെ ഒരു ബിഹേവിയർ മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് സെക്യൂരിറ്റി പേഴ്സൺസ് എത്തുന്നു, അവർ ഈ പറഞ്ഞ കൃത്യമായിട്ട് അവിടെ നിന്ന് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റുന്നു. അപ്പം അങ്ങനെയുള്ള ക്രൗഡ് ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കുന്നു, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് കൃത്യമായിട്ട് എടുക്കണം. പിന്നെ കൃത്യമായിട്ട് ക്രൗഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. കാരണം ഇപ്പം ഒരു അവാർഡ് നൈറ്റ് ഒക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം വേദിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളൊക്കെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ക്രൗഡിന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. ആ ക്രൗഡിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ചിലപ്പോൾ ആൾക്കാർ ആവേശം കൊണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ആളുകൾ ഓടി ഈ പറഞ്ഞ പോലെ ആ താരത്തിന്റെ ഇടയിലേക്ക് ഈ പറഞ്ഞ പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആളുകൾ ഓടി വരുമ്പോഴേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു റഷ് ഉണ്ടാക്കുമ്പോഴേക്കും ആ ക്രൗഡ് കൃത്യമായിട്ടും മിസ്മാനേജ്ഡ് ആവും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ടൊക്കെയാണ് ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള അവാർഡ് നൈറ്റുകളിൽ കൃത്യമായിട്ടും ജനങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ ഒരു ബാരിയർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരിപാടികൾക്കിടയിൽ. അതൊക്കെ അതിന്റെ ക്രൗഡ് മാനേജ്മെന്റ്, ക്രൗഡ് കൺട്രോളിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. ദെൻ ടൈംലി ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, അതായത് പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇവന്റ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാഫിക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് കൃത്യമായിട്ടും നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഒരു ഇവന്റ് നടക്കുമ്പോഴേക്കും അവിടെ തീ പിടിക്കാനുള്ള ചാൻസുകൾ ഒഴിവാക്കാനായിട്ട് ഫയർഫോഴ്സിന്റെ സഹായങ്ങളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ആശുപത്രി സേവനങ്ങൾ എല്ലാം തന്നെ നമുക്ക് ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള പല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൃത്യമായിട്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രോപ്പറായിട്ട് നമ്മൾ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റും, ആ പരിപാടിയാണ് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ക്രൗഡ് ലൈൻസ് ഓൺ ക്രൗഡ് മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ് ക്രൗഡ് ബിഹേവിയർ, ക്രൗഡ് കൺട്രോൾ, ടൈംലി ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആൻഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് കൃത്യമായിട്ട് ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. പത്രമാണ് ആ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കുന്ന ആ ഒരു പ്രിലിംസിന്റെ MCQ ആണ്, LPG റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടാണ്, 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്ന ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തും. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.